ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പാരന്റ്ലി അത് പ്രത്യക്ഷത്തിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ഫ്രണ്ട്സ് ആക്കി എടുക്കരുത്. അപ്പം ഇസ്ലാം എന്താണ്? വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മതമാണ്. അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ഇത്. ഇസ്ലാം അല്ല അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നുണ്ട്, അമുസ്ലിങ്ങളെ ഫ്രണ്ട് ആക്കുന്നു പറയുന്നുണ്ട്. ഇതൊരു വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മതമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ മതത്തിന്റെ അന്തസ്സത്ത് അറിയുന്ന ഒരാൾക്കും അത് പറയാൻ പറ്റൂല, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഹ്യൂമൻ ഇന്ററാക്ഷൻസ്, മനുഷ്യന്മാർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്ന, മനുഷ്യന്മാർ തമ്മിലുള്ള ഡീലിംഗ് എന്ന് പറയുന്നത് അത് ഡിഫറെന്റ് ലെവലുകളാണ്. ഓക്കെ, പല ലെവലുകളുണ്ട്. നമുക്ക് ഇവിടെ ഏകദേശം അതിനെ ഒരു 4 ലെവലാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ആ 4 ലെവലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനുമായിട്ട് സാമൂഹികമായിട്ടോ ഏത് രീതിയിലും ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ ലെവലുകളിലായിരിക്കണം എന്നുള്ളത്. അതിൽ ഒന്നാമത്തതാണ് മുവാസാത്ത് എന്ന് പറയുന്നത്. ഞാൻ ആ വാക്ക് ഒന്ന് കാണിക്കാം. ഈ 4 ലെവലുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്: മുവാസാത്ത്, മുദാറത്ത്, മുആമലാത്ത്, മുവാലാത്ത്. ഓക്കെ, ഇത് ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം മുവാസാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൽ വിഷിങ് എന്ന് പറയും. അതായത് അനുകമ്പ കാണിക്കുക എല്ലാ മനുഷ്യന്മാരോടും, എല്ലാരോടും, വിശ്വാസികളായിക്കോട്ടെ അവിശ്വാസികളായിക്കോട്ടെ, ഒരു നമ്മൾ അനുകമ്പയോടുകൂടി, കമ്പാഷനേറ്റ് ആയിട്ട്, കാരുണ്യത്തോടു കൂടി ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതിനാണ് മുവാസാത്ത് എന്ന് പറയുന്നത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ ചെയ്യാൻ പറയുമ്പോൾ, നമ്മൾ കാരുണ്യം കാണിക്കാൻ പറയുമ്പോൾ, അത് അള്ളാഹിന്റെ എല്ലാ സൃഷ്ടികളോടുമാണ്, അല്ലെ? അത് മുസ്ലിങ്ങളോട് മാത്രമല്ല, എല്ലാ മനുഷ്യന്മാരോടും. സുബ്ഹാനല്ലാഹ്, അവരുടെ പ്രായം ഏതാണെങ്കിലും, അവരുടെ ജെൻഡർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അവരെ ദീൻ ഏതാണെങ്കിലും, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാണെങ്കിലും, അവർ ഏത് നാട്ടിൽ നിന്നുള്ളതാണെങ്കിലും, ഈവൻ അത് മൃഗങ്ങളോടും ചെടികളോടും പോലും ആ ഒരു കാരുണ്യവും ആ ഒരു കെയറും ഒക്കെ കാണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ ഇഹ്സാന്റെ ഭാഗമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മുവാസാത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നന്മ കാക്ഷിക്കുക, അനുകമ്പ ഉണ്ടായിരിക്കുക, മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുക എന്നുള്ളത്. അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരേപോലെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു എന്താ പറയാ, ഏറ്റക്കുറച്ചിലുകളില്ല, അല്ലെങ്കിൽ ബാരിയേഴ്സ് ഇല്ലാണ്ട് വ്യത്യാസപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അവൻ ആ മുസ്ലിമാണ്, എന്നാ പിന്നെ ഓന് ദാഹിച്ചാലും ഞാൻ വെള്ളം കൊടുക്കൂല, ഓനൊരു പ്രയാസത്തിൽ പെട്ടിരിക്കുകയാണ്, ഞാൻ രക്ഷപ്പെടുത്തൂല, ആ മുസ്ലിം അല്ലേ, എന്തിനാ ഞാൻ നോക്കുന്നത്, ഞാൻ സഹായിക്കൂല. നമ്മൾ വെറുതെ റോട്ടിൽ കൂടെ പോവാണ്, ഒരു പെണ്ണ് ഒരു കുട്ടീനെ ഒക്കത്തെടുത്തിന് കയ്യിൽ നിറച്ചും സാധനങ്ങൾ വാങ്ങിയത് ഇതുണ്ട്, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഫോണ് വീണ് പോണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ അതൊരു മുസ്ലിം അല്ലേ, ഞാൻ അവളെ സഹായിക്കൂല, അല്ലെ? അതൊന്നും ഒരു മുസ്ലിമിന് ചേർന്നിട്ടുള്ളതല്ല. അവളെ പറ്റുമെങ്കിൽ അവളെ കുട്ടീനെ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബാഗ് ക്യാരി ചെയ്ത് കൊടുക്കുക എന്നൊക്കെയുള്ള ആ ഒരു മനുഷ്യന്മാരോട് പൊതുവായിട്ട് നമ്മൾ കാണിക്കേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് മുവാസാത്ത് എന്ന് പറയുന്നത്. അത് ഏത് തരത്തിലുള്ള, ഇപ്പൊ ഒരാള് നമ്മൾ പോണ വഴിക്ക് ഒരാൾ വീണെടുക്കുന്നത്, പെട്ടെന്ന് എന്തെങ്കിലും തെന്നി വീണ്, അത് മുസ്ലിം അല്ല, എന്നാ പിന്നെ അവിടെ വീണോട്ടെ, അല്ലെ? അങ്ങനെയൊന്നും ചിന്തിക്കല് ഇസ്ലാമില് പെട്ടതേയല്ല. അപ്പൊ മുവാസാത്ത് എന്ന് പറഞ്ഞത് മനുഷ്യന്മാരാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ആവശ്യമുണ്ട്. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായവും സഹകരണവും ആവശ്യമുണ്ട്, അല്ലെ? ഒരാൾ രോഗിയാണ്, നമുക്കറിയുന്ന ഒരു വ്യക്തി, നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അയാൾ രോഗിയാന്ന് കേട്ട് ഹോസ്പിറ്റലിലാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു അപകടം പറ്റി ഹോസ്പിറ്റലിലാണ്, ആ മുസ്ലിം അല്ലേ, മതി എന്തെങ്കിലും കാട്ടോട്ടെ. ഇല്ല, മുവാസാത്ത് എന്ന് പറയുന്നത് നമ്മളുടെ അനുകമ്പയുടെ ഭാഗമാണ്, അല്ലെ? അവരെ ഹോസ്പിറ്റലിൽ പോയി കാണാൻ പറ്റുമോ, കാണാം. അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ, ചെയ്യാം. ഓക്കെ, ഇനി കുറെ ഒരു വൃദ്ധസദനം, അവിടെ കുറേ പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് കുറച്ച് അമുസ്ലിങ്ങളും ഉണ്ട്. പോകുമ്പോൾ നമ്മൾ കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുപോവാ, അമുസ്ലിങ്ങൾക്കൊന്നും കൊടുക്കൂല, മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ. ഇല്ല, മുവാസത്തിൽ പെട്ടതല്ലാതെ നമ്മൾ പോവാ, എല്ലാവരെയും, അല്ലെ? എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരും ഈ പറഞ്ഞ സഹായങ്ങളും ആവശ്യമുള്ള ആൾക്കാരാണ്. അത് കൊടുക്കുക. നമുക്ക് നെയ്ബേഴ്സ് ഉണ്ട്. ഓക്കെ, തൊട്ടടുത്ത് മുസ്ലിം നെയ്ബർ ആണെങ്കിൽ അവരെ കാണുമ്പോൾ ഭയങ്കര സലാമും അതൊക്കെ. അതിന്റെ അപ്പുറത്തെ വീട്ടിൽ ആ മുസ്ലിമാണ്, അവളെ കാണുമ്പോൾ തിരിഞ്ഞിക്കുക, അല്ലെ? എന്തേന്നും കൂടെ ചോദിക്കൂല, സലാം ഏതായാലും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഹായ് പോലും പറയൂല, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ വിഷമിപ്പിക്കുന്ന ഒരു കമന്റ് ചെയ്യുക, ഇല്ല, ഇസ്ലാമികമല്ലാതെ. അല്ലെങ്കിൽ നമ്മളിപ്പം ഗേറ്റിന്റെ പുറത്തേക്ക് ഒന്ന് അടിച്ചു വരാൻ ഇറങ്ങാണ്, നമ്മളെ റോട്ടിലേക്ക്. ഓക്കെ, അപ്പം ഇപ്പുറത്തെ സൈഡിൽ ഒരു മുസ്ലിമിന്റെ ഗേറ്റ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ ഒരു ഹിന്ദുവിന്റെ ഗേറ്റ് ഉണ്ട്. മുസ്ലിമിന്റെ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് ഞാൻ അയാളെ അടിച്ചു മാറ്റും, പക്ഷെ ഹിന്ദുവിന്റെ ഗേറ്റ് അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഓനല്ലേ അല്ലെങ്കിൽ ഓളല്ലേ,
പറ്റൂല. ഓക്കെ, ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും വളരെ കോമൺ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മുവാസാത്ത് എന്ന് പറയുന്നത്. ബദ്ർ യുദ്ധത്തിന് ശേഷം 70 ആളുകൾ, മക്കയിലെ മുശ്രിക്കുകളെ 70 പേരെ യുദ്ധ തടവുകാരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ താമസിപ്പിച്ചത് എവിടെയാ? പള്ളിയിൽ. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കൊടുക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം മുസ്ലിങ്ങൾ അവർക്കാ വിളമ്പിയത്. യുദ്ധ തടവുകാരായിട്ട് വന്ന്, ഉറപ്പായിട്ടും അവർ മുസ്ലിങ്ങളല്ലല്ലോ അല്ലെ, മുശ്രിക്കീങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും നല്ല ഭക്ഷണം. അതും ഇവരുമായിട്ട് യുദ്ധത്തിന് വന്ന ആളുകളാണ് കേട്ടോ, പക്ഷെ മനുഷ്യന്മാരാണ്. അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, അവർക്ക് സമയത്ത് വിശക്കുമില്ല. ആ മനുഷ്യ സഹജമായിട്ടുള്ള ആ ഒരു സഹകരണം, അവർക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് അവർക്ക് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഇനി മക്കയിൽ ഒരു ക്ഷാമം, വരൾച്ച അനുഭവപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് ഭക്ഷണം കൊടുത്തയക്കുമായിരുന്നു. ശത്രുക്കളല്ലേ മക്കയിൽ ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടാ അയച്ചത്? മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത് അല്ലേ, അവര് നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ച ആൾക്കാരല്ലേ. പക്ഷെ അവര് ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്ന കണ്ടു കഴിഞ്ഞാല്, ഇല്ല ഞാൻ അതൊന്നും നോക്കൂല, ഒരു യുദ്ധം പ്രഖ്യാപിച്ചവരാണ്, കൊടുക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പം നമ്മളെ ചുറ്റുപാടും ആളുകൾ വിശന്നിട്ട് മരണം ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രോഗം കൊണ്ട് ചികിത്സക്ക് സഹായമില്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഒക്കെ മുവാസാത്തിന്റെ ഭാഗമാണ്. നമ്മൾ അവർക്ക് മനുഷ്യ സഹജമായിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും എത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് വ്യത്യസ്തമായിട്ടുള്ള ഡെലിഗേഷൻസ്, വുഫൂദ് വരുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വേണ്ടിയിട്ട്. മദീനയിലേക്ക് പല നാടുകളിൽ നിന്നുള്ള അമുസ്ലിം ദൗത്യ സംഘങ്ങൾ വരുമായിരുന്നു. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാ താമസിപ്പിച്ചത്? പള്ളികളിൽ. ഇന്നിപ്പോ നമുക്ക് അൽഹംദുലില്ലാഹ് ഹോട്ടലുകളും അല്ലാണ്ട് അതിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ വേറെ ഉണ്ട്. അന്ന് പള്ളികളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മുസ്ലിങ്ങളോ ഏതോ നാട്ടിൽ നിന്ന് വന്നോ ഒരു പള്ളി കയറ്റൂല അല്ലെ. നമ്മളാണിപ്പോ അതാ ചെയ്യുക, പള്ളി കയറ്റൂല, പള്ളിയിലും കയറ്റൂല, എവിടെയും കയറ്റൂല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പള്ളികളിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. അവർക്ക് വേണ്ടി പള്ളികളുടെ വാതിലുകൾ തുറന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവിശ്വാസികളല്ലേ, ഓരെവിടെയെങ്കിലും തെരുവിൽ നിന്നോട്ടെ അല്ലെ, എന്തെങ്കിലും കാട്ടിക്കോട്ടെ, ഓരോ കാര്യം വേറെ ആരെങ്കിലും നോക്കിക്കോട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിട്ടില്ല. അപ്പം ഇതാണ് മുവാസാത്ത്. എല്ലാ മനുഷ്യന്മാരുമായിട്ടുള്ള അനുകമ്പയോട് കൂടിയുള്ള, പ്രത്യേകിച്ച് സഹായം ആവശ്യമുള്ള സമയത്ത് സഹായം കൊടുക്കുന്ന ആ രീതിയിലുള്ള ഒരു സഹകരണം. ഓക്കെ, യാത്ര ചെയ്തു വരുന്ന ഒരാള്, ദൂരയാത്ര ചെയ്തു വരാണ്, നമ്മളെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് നമ്മളെടുത്ത് പറയാം. ഒരുപക്ഷെ നമുക്ക് അവരുമായിട്ട് പലതരത്തിലുള്ള ഡിസഗ്രിമെന്റ് ഉണ്ട്, അവരുടെ പല അഭിപ്രായങ്ങളുമായിട്ട് നമ്മൾ യോജിക്കാത്ത ആളാണ്, എന്നാൽ പോലും യാത്രക്കാരനാണ് അല്ലെ. ഒരുപക്ഷെ നമ്മളൊരു ശത്രുതയുള്ള ആളായിരിക്കും, പക്ഷെ യാത്രക്കാരനാണ്, അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്, നമ്മൾ അവർക്ക് നമ്മളിൽ നിന്നുള്ള ദയോട് കൂടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് അവർ അർഹിക്കുന്നുണ്ട്. അവർക്ക് ഒരു താമസം റെഡിയാക്കി കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ചെയ്തു കൊടുക്കാം. ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? എത്തിച്ചു കൊടുക്കാം. മക്ക വിജയത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പേർക്ക് ക്ഷമിച്ചു കൊടുത്ത സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരുന്ന സമയത്ത് ഇസ്ലാമിക് ആ ഒരു കാലിഫറ്റ്, ഇസ്ലാമിക് ഭരണകൂടത്തിൽ അമുസ്ലിങ്ങൾ ജീവിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് സ്റ്റൈപ്പൻഡ്, അവർക്ക് വേണ്ട ജീവിക്കാനുള്ള ചെലവുകൾ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ആവശ്യക്കാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, പ്രായമായവർക്ക്. അപ്പം വാസാത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും, ഓക്കെ, അവരെന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും മനുഷ്യന്മാരുടെ അടുത്ത് കാണിക്കേണ്ട ആ ഒരു കാരുണ്യം, ആ ഒരു കമ്പാഷൻ, ആ ഒരു നല്ല ദയോട് കൂടിയുള്ള ട്രീറ്റ്മെന്റ്, ഇത് എന്താണ്? ചെയ്യാം എന്നല്ല, ചെയ്യണം, നിർബന്ധമാണ്. വി മസ്റ്റ് ഡു. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അവരുടെ അടുത്ത് സ്നേഹത്തോടു കൂടിയുള്ള, ദയോടു കൂടിയുള്ള, കാരുണ്യത്തോടു കൂടിയുള്ള, അത് മുസ്ലിങ്ങൾ എന്നല്ല കേട്ടോ, മുസ്ലിങ്ങളും ഏത് ജാതിയാണെങ്കിലും ഏത് നാട്ടുകാരാണെങ്കിലും. ഓക്കെ, ഇപ്പൊ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് വർക്കിന് അല്ലെങ്കിൽ പ്ലംബിങ്ങിന്, അത് ക്ലീനിങ്ങിന് ഒക്കെ ആൾക്കാർ വരാന്ന് വെച്ചോ. ഓക്കെ, ഓരോ പണി എന്താ? അത് വന്ന് അത് ചെയ്ത് അതിന്റെ പൈസയും വാങ്ങി പോക്കാണ് ഓരോ പണി. അവർക്ക് ഫുഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ടെക്നിക്കലി ഇല്ല, പക്ഷെ ഒരു ദിവസം മുഴുവൻ പണിയെടുക്കാണ്. നമ്മൾ വിചാരിക്കും ഓരോ ഫുഡ് അല്ലേ, ഓരോ വേണമെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചോട്ടെ, കുഴപ്പമില്ല, നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തെന്ന് വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെ, ഒരു തണുത്തത് എന്തെങ്കിലും അവർക്ക് അല്ലെങ്കിൽ ഒരു ചായ കൊടുത്തെന്ന് വെച്ചാൽ കുഴപ്പമുണ്ടോ? അല്ലെ. അപ്പം ആ രീതിയിലുള്ള ആ ഒരു കമ്പാഷൻ, കാരുണ്യം. ഒരു 5-6 മണിക്കൂർ അയാൾ വർക്ക് ചെയ്താലും ഏതോ നാട്ടുകാരനാണ് അല്ലെ, ബംഗാളിയാണ്, ആ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കണ്ട, ബംഗാളി മനുഷ്യനാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരു ചായ അയാൾക്ക് കൊടുത്തെന്ന് വെച്ചിട്ടില്ലേ, നമ്മളെ വീട്ടില് നമ്മളെ മക്കള് കഴിച്ചിട്ട് കളയുന്ന 2 മുട്ടായി ഉണ്ടെങ്കിൽ ഓരോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്തേ പ്രശ്നമുണ്ടോ? ഒരു ഫ്രൂട്ട് എന്തെങ്കിലും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് കുറച്ചേരം ഇരുന്ന് ചായ കുടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പം അവിടെ ഒന്നും മുസ്ലിമും അമുസ്ലിമും നോക്കേണ്ട കാര്യമില്ല. ഏത് നാട്ടുകാരനായിക്കോട്ടെ, ഏത് ജാതിക്കാരനായിക്കോട്ടെ, ഏത് കളറുള്ളവനായിക്കോട്ടെ, ഏത് ദീനായിക്കോട്ടെ. ഓക്കെ, അപ്പം ആ ഒരു ലെവൽ ഓഫ് കമ്പാഷൻ നമ്മൾ
മക്കൾക്ക് കാണിച്ചും കൊടുക്കണം. എന്തുകൊണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും വേണം. കാരണം അവർ കൺഫ്യൂസ്ഡ് ആണ്. ഇത് ആരോട് എങ്ങനെയാ നിൽക്കണ്ടേ, ആരടുത്തുനിന്നാ തിരിഞ്ഞു നിൽക്കണ്ടേ? കാരണം ഇവർ ഈ സംഭവം കേട്ടിട്ടുണ്ട് എവിടുന്നോ. അപ്പൊ ഇവരെ വിചാരം ഇത് ആരോടും മിണ്ടാൻ പാടില്ല എന്ന്. അപ്പം എന്നാൽ ഇവരിത് മനസ്സിൽ വെച്ച് സ്കൂളിൽ പോയാലോ അല്ലെങ്കിൽ കോളേജിൽ പോയാലോ അല്ലെങ്കിൽ ഓഫീസിൽ പോയാലോ ഇത് വർക്കാവോ? വർക്കാവില്ല. അപ്പൊ ഇവരെ വിചാരം എന്താ, ഈ ദീനില് അങ്ങനെയൊക്കെയാണ് ഈ ദീനിനെ ബുഫയാക്കി മാറ്റുന്നത്. എന്നാ പിന്നെ നമുക്ക് കഴിയുന്നത് എടുത്താൽ മതി, കഴിയാത്തത് എടുക്കണ്ട എന്നുള്ളതാവും. പക്ഷെ എന്നാൽ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട് ഈ കാര്യത്തിൽ. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ അനുസരിക്കേണ്ട ഒരു കൽപ്പനയുണ്ട്. പക്ഷെ അവർക്ക് ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് അവരാകെ കൺഫ്യൂസ്ഡ് ആവും. നമ്മളും ഒരു പക്ഷെ പല പല സാഹചര്യങ്ങളിലും അങ്ങനെ, ഞാനും ജീവിതത്തിന്റെ ഒരു സ്റ്റേജിൽ നല്ലപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാഹ് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചാൽ അള്ളാഹു അതിനുള്ള ക്ലാരിറ്റി എന്തായാലും എത്തിക്കുക തന്നെ ചെയ്യും. ഓക്കെ. അപ്പം അവിശ്വാസി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ അവര് കാരുണ്യത്തോടു കൂടിയുള്ള ട്രീറ്റ്മെന്റ് അർഹിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ഒരു അവിശ്വാസിയോട് ഉൽമ ചെയ്യാന്ന് പറയുന്നതും ഇസ്ലാമികമല്ല. ഓൻ നോൺ മുസ്ലിം അല്ലേ, ഓനെ എന്ത് രീതിയിലും പീഡിപ്പിക്കാം അല്ലെ? ഓൻ നമ്മളെ വീട്ടിൽ പണിക്ക് വരുന്നതാണ്, ഓളോട് എന്ത് വേണമെങ്കിലും പറയാം, മുസ്ലിം അല്ലല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു സംഭവം ഇല്ല. ബുഖാരിയിൽ വന്ന ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അതായത് ഒരു ദിമ്മി അല്ലെങ്കിൽ മുഅഹദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം നാട്ടിൽ ജീവിക്കുന്ന അമുസ്ലിം, അതായത് മുസ്ലിം നാട്ടിൽ ജീവിക്കുന്ന അമുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം അഭയം കൊടുത്ത അമുസ്ലിമാണ്. അങ്ങനെയുള്ള ഒരു അമുസ്ലിമിനെ കൊല്ലുന്നവന് സ്വർഗത്തിന്റെ മണം പോലും ലഭിക്കൂല എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ മുസ്ലിം അല്ലേ, ഓനെ കൊന്നാൽ എന്താ? അവരുടെ അടുത്ത് ഉൽമ ചെയ്യാന്നുള്ളത് അവിടെ അനുവദിച്ചിട്ടില്ല, മുസ്ലിം ആണെന്നുള്ളതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. അവൻ അമുസ്ലിം ആയതിന്റെ പേരിൽ അവന്റെ ജീവിതം നമുക്ക് ഹലാലാവുന്നില്ല, അവന്റെ അഭിമാനം നമുക്ക് ഹലാലാവുന്നില്ല, അവന്റെ സ്വത്ത് അനധികൃതമായി നമ്മൾ എടുക്കുന്നത് അൽ ഹലാലാവുന്നില്ല. ഓക്കെ. അപ്പം അതേപോലെ അവൻ അമുസ്ലിം അല്ലേ, ഓനടുത്തിന് ഇപ്പൊ ഇത്തിരി ചീറ്റ് ചെയ്താലും കുഴപ്പമില്ല അല്ലെ? ഒരു മാളിൽ പോവാണ്, ഒരു ഷോപ്പിൽ പോയി, അതൊരു അമുസ്ലിമിന്റെ ഷോപ്പാണ്, രണ്ട് സാധനം അടിച്ചു മാറ്റുക, ആ മുസ്ലിമിന്റെ അല്ലേ? ആ മുസ്ലിമിനോട് നമുക്ക് എന്തും ചെയ്യാലോ? ഇല്ല അല്ലെ? അപ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ ഒരു കാഫിർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഓരോ എന്തും ചെയ്യാം എന്നുള്ളതല്ല. ഇത് വളരെ ക്ലിയർ കട്ടായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. അപ്പൊ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പം മുവാസാത്ത് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സാമൂഹികമായിട്ടുള്ള വെൽഫെയർ അല്ലെ, സോഷ്യലായിട്ട് ഉള്ള നല്ല നിലനിൽപ്പിനും പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കാനും നല്ല നല്ല മാനേഴ്സ് എല്ലാവരിലേക്കും എത്താനും ഒക്കെ ഇത് ആവശ്യമാണ്. അതിന്റെ പേരിൽ അതിന് വിശ്വാസമോ മറ്റു കാര്യങ്ങളോ നോക്കേണ്ടതില്ല. ഇനി രണ്ടാമത്തെ കാര്യമാണ് മുദാറാത്ത്. മുദാറാത്ത് എന്ന് പറയുമ്പോൾ നമ്മളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞത് എല്ലാ മുസ്ലിങ്ങളും അല്ല, എല്ലാ മനുഷ്യന്മാരും അല്ലെ, ഏത് രീതിയിലുള്ള ഏത് ആൾക്കാരും നമ്മളിൽ നിന്നും ഒരു മിനിമം അനുകമ്പ എന്നുള്ള രീതിയിൽ അർപ്പിക്കും. ഇനി മുദാറാത്ത് എന്ന് പറയുമ്പോൾ ഈ ദാര യദൂറു ആ വാക്കിൽ നിന്ന് വന്നതാണ്. ദാര യദൂർ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ ഒരു സർക്കിൾ ചെയ്യുക അല്ലെ? നമ്മൾ വീടിന് ദാർ എന്ന് പറയാനുള്ള കാരണം നമ്മൾ കറങ്ങി 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 അവിടേക്ക് തന്നെ എത്തുക എന്നുള്ളത്. അപ്പം ഈ മുദാറാത്ത് പറഞ്ഞാൽ നമ്മളുമായിട്ട് ഡെയിലി സമ്പർക്കത്തിൽ വരുന്ന ആൾക്കാർ, അത് ഈ സമൂഹത്തിൽ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഷോപ്പിൽ നമ്മൾ കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പം വീടിന്റെ പരിസരങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ നടന്നു പോകുന്ന ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുമ്പോൾ ഡെയിലി കാണുന്ന ആൾക്കാര്, അതല്ലെങ്കിൽ നമ്മളെ സ്കൂളിൽ പോകുമ്പം അവിടുത്തെ ടീച്ചർ, അതുപോലെ നമ്മൾ പല രീതിയിൽ ഡെയിലി നമ്മളുമായിട്ട് ഡീല് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരടുത്ത് എന്തും ചെയ്യാന്നാണോ? അല്ല. അവരൊക്കെ നമുക്ക് തോന്നിയ പോലെ എന്തെങ്കിലും പറയാന്നാണോ? അല്ല. അവരെയും നമ്മൾ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യണം. ഓക്കെ. നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ പോവാണ്, അപ്പൊ ഒരു മുസ്ലിമിനെ കാണാണ്, ഡെയിലി നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ആ ഷോപ്പിലുള്ള അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഒരു അമ്മയാണ്, ആ മുസ്ലിം അല്ലേ, ആ മുസ്ലിം അല്ലേ, അവരെ മുഖത്തേക്കും കൂടെ നോക്കണ്ടെന്നാണോ? നോക്കണം അല്ലെ? നോക്കുക, ചിരിക്കണം, പുഞ്ചിരിക്കണം. ആ ഒരു സംഭവം ഉണ്ടല്ലോ, മുസ്ലിമാന്ന് വെച്ച് നമ്മൾ മാറ്റി നിർത്തൽ ഇവിടെയൊന്നും അല്ല അത് ആവശ്യം എന്നുള്ളത് ഏറ്റവും ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണ്. ഓക്കെ. അത് വ്യത്യാസം വരുന്നത് മുവാലാത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്. അത് നമ്മൾ കൂടുതൽ വിശദമായിട്ട് ഇനിയും ഡിസ്കസ് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്ത് ഒരു ജൂതനായ മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കൊടുത്തു, അവിടെ താമസിക്കാനുള്ള സ്ഥലവും അന്ന് കൊടുത്തു. പക്ഷെ ഇയാൾ രാത്രി കിടന്നപ്പോൾ കാര്യം സാധിച്ചു, ബെഡിൽ വെച്ചിട്ട്. രാവിലെ ആരും അറിയാണ്ട് ആള് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടു, ഒന്നും പറയാതെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇയാൾക്ക് എന്തോ
പറഞ്ഞു വെച്ച് എന്തോ ഒരു സാധനം വെച്ച് മറന്നുപോയി, അയാളുടെ വാളോ ഇനി വേറെന്തോ ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അയാൾ തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ക്ലീൻ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്ന ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ കാണുന്ന മനുഷ്യന്മാർ അല്ലെ, അത് മുസ്ലിമോ അമുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ജൂതനോ എന്ന് നോക്കണ്ട, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളും നമ്മളിൽ നിന്ന് നല്ല ട്രീറ്റ്മെന്റ് അർഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഈ മുദാറാത്ത്. ഇനി അടുത്തത് മുആമലാത്ത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ ഇപ്പം മുവാസാത്ത് കണ്ടു, മുദാറാത്ത് കണ്ടു. മുവാസാത്ത് ജനറലി എല്ലാവരും അർഹിക്കുന്ന വെൽവിഷിങ്. രണ്ടാമത്തത് മുദാറാത്ത് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന, നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ആളുകൾ. ഓക്കെ, ഇനി മുആമലാത്ത് എന്ന് പറയുമ്പം അതിനകത്ത് ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും രീതിയിൽ നമ്മൾ അവരുമായിട്ട് ഇപ്പം ജോലി അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ അവരുമായിട്ട് നമ്മൾ ഡെയിലി അവരുമായിട്ട് വെറുതെ കാണുക എന്നുള്ളതല്ല, അവരെ ജസ്റ്റ് പാസ് ചെയ്യുക എന്നുള്ളതല്ല, അവരുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ജോലി അല്ലെങ്കിൽ ഒരു വർക്ക്, ഒരു ട്രാൻസാക്ഷൻ അവരുമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഒരു അമുസ്ലിം കമ്പനിയിൽ ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു അമുസ്ലിമുകൾ നടത്തുന്ന ഒരു സ്കൂളിൽ പഠിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു അമുസ്ലിം ഡോക്ടറെ കാണുകയാണ്, അല്ലെങ്കിൽ ലൈബ്രറി പോകുമ്പം അവിടെ ലൈബ്രറിയൻ അമുസ്ലിമാണ്, അല്ലെങ്കിൽ ഒരു ടാക്സിയിൽ ഓട്ടോയിൽ കയറുമ്പോൾ ഓട്ടോക്കാരൻ അല്ലെങ്കിൽ ടാക്സിക്കാരൻ അമുസ്ലിമാണ്, ബസ് ഡ്രൈവർ കണ്ടക്ടർ അമുസ്ലിമാണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അവരുമായിട്ട് നമുക്ക് പല ഡീലിങ്സ് നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ നമ്മളെ ചികിത്സിക്കുന്നുണ്ട്, ടീച്ചർ ആണെങ്കിൽ ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മുദാറാത്ത് പറഞ്ഞത് അങ്ങനെ ട്രാൻസാക്ഷൻസ് നടന്നോളണമെന്നില്ല, ചിലപ്പം പാസ് ബൈ ആയിരിക്കും, നമ്മൾ അവരെ കാണുന്ന അങ്ങനെ ഉണ്ടാവുള്ളൂ. മുആമല എന്ന് പറയുമ്പോൾ അവരുമായിട്ട് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, ടീച്ചർ അതുപോലെയുള്ള പല കാര്യങ്ങളും. അപ്പോൾ അവര് നോൺ മുസ്ലിം ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അവരുമായിട്ട് മോശമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അത് ആ ടീച്ചർ ഒരു ഹിന്ദു, ആ ടീച്ചർ പറയുന്ന ഹോംവർക്ക് ഞാൻ ചെയ്യൂല, പറ്റുമോ? ഇല്ല അല്ലെ. അതുപോലെ നമ്മൾ ഒരു ടാക്സിയിൽ കയറി, അത് നോൺ മുസ്ലിം ഡ്രൈവർ, ആ സാറിലെ ടാക്സിയിൽ എന്തെങ്കിലും കുറച്ച് ചപ്പും ചവറും വേസ്റ്റും മിഠായി നല്ല ഗ്ലാസ്സൊക്കെ അതിനകത്ത് കിട്ടേക്കുന്ന കുട്ടികളെടുത്ത് പറയാൻ പറ്റും? ഇല്ല അല്ലെ. അവിടേക്ക് എല്ലാം ഒരേപോലെയാ. നമ്മുടെ ആ ഒരു നമ്മളെ എഹ്സാൻ അവരെല്ലാവരും ഒരേപോലെ അർഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കുഫാറുകളെ, എനിക്ക് കാഫര്യങ്ങളോട് എനിക്ക് വെറുപ്പാണ്. ഞാൻ ഒരു കാറ് ഞാൻ നശിപ്പിക്കും, ഒരു ബസ് ഞാൻ നശിപ്പിക്കും, അല്ലെങ്കിൽ കുറച്ച് ചളി വാരത്തേക്കെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പം മുആമലാത്ത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്ന ആൾക്കാർ. അപ്പം അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് പ്രോപ്പറായിട്ട് സംസാരിക്കണം, കൊടുക്കണം, മറുപടികൾ കൊടുക്കേണ്ട സിറ്റുവേഷനിൽ കൊടുക്കണമെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് കൊടുക്കണം. അവരുമായിട്ട് കാരണം സംസാരിക്കാൻ പോലും പാടില്ല. ടീച്ചർ നോൺ മുസ്ലിം ആണെങ്കിൽ ടീച്ചറോട് സംസാരിക്കാൻ പോലും പാടില്ല, അല്ലെങ്കിൽ നെയ്ബർ നോൺ മുസ്ലിം ആണെങ്കിൽ അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള പ്രചരണങ്ങള് നമ്മളെ നാട്ടില് നമ്മളെ സ്വന്തം ആൾക്കാരുടെ ഇടയിൽ പോലും നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതൊന്നും അല്ല ഇസ്ലാം പറയുന്നത്. ഓക്കെ, ഒരു ഈമാൻ ഇല്ലാത്ത ആൾക്കാരാണ്. ഇനിയിപ്പോ ഒരു ടീച്ചർക്ക് ഒരു വിഷയത്തെ കുറിച്ച് നല്ല പാണ്ഡിത്യമുണ്ട്, പക്ഷെ അത് നോൺ മുസ്ലിം ആണ്, ആ ടീച്ചറോട് ചോദിക്കണ്ട. യെസ്, നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അവരോട് ചോദിക്കണ്ട എന്നുള്ളത് ശരി തന്നെ. അല്ലാതെ അവരുടെ നോളജ്, ഇപ്പോൾ ഒരു ഡോക്ടർ നല്ല എക്സ്പേർട്ട് ആണ്, പക്ഷെ അയാൾ നോൺ മുസ്ലിം ആണ്, അയാളുടെ അടുത്ത് പോകണ്ട, അങ്ങനെയൊന്നുമില്ല. അതിലും നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും ദീനിനെ കോംപ്രമൈസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അവർക്ക് ബുദ്ധിയില്ല, ഓരോ ആയിട്ട് ഡീൽ ചെയ്യണ്ട എന്നൊന്നുള്ളത് അത് ഇസ്ലാമികമല്ല. അവിടെയൊക്കെ ഇതൊക്കെ അനുവദനീയമാണ്. ഓക്കെ, ട്രാൻസാക്ഷൻസ് ഈ പറഞ്ഞ ആളുകളും ഒക്കെ ആയിട്ട് അനുവദനീയമാണ്. ഒരു മുസ്ലിമിന്റെ കൂടെ വർക്ക് ചെയ്യൽ അനുവദനീയമാണ്, മുസ്ലിം ടീച്ചറെ കീഴിൽ പഠിക്കൽ അനുവദനീയമാണ്. ഇവിടെയൊക്കെ ഇസ്ലാമിക വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് അവിടെ റൂളുകൾ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂതന്റെ അടുത്ത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആയത്തുദൈൻ കഴിഞ്ഞപ്പോൾ റഹൻ എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കടം വാങ്ങുമ്പോൾ അവരുടെ അടുത്ത് കൊടുക്കുന്ന ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിങ്ങളുമായിട്ടും ഡീൽ ചെയ്തിട്ടുണ്ട്. ജൂതന്മാർക്കും അവരുടെ കയ്യിൽ സാധനം ഏൽപ്പിച്ച് അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങുകയും അങ്ങോട്ട് കൊടുക്കുകയും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കാൻ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളുമായിട്ട് മുആമലാത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ജൂതന്റെ അടുത്ത് വാൾ ഏൽപ്പിച്ചിട്ട് അയാളിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ റെഫറൻസസ് ഉണ്ട്. അപ്പം മുആമലാത്തും അനുവദനീയമാണ്. ഓക്കെ, അനുവദനീയമാണ്. നമ്മൾ മുവാസാത്തിന്റെ കാര്യത്തിൽ നിർബന്ധമാണെന്നാണ് പറഞ്ഞത്, ആ ഒരു അനുകമ്പയും കാര്യങ്ങളും. മുദാറാത്താണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി നാലാമത്തത് മുവാലാത്ത്.
ഇവിടെയാണ് വിലായ, വലി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്, വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ളതാണ്. ഏത് സാഹചര്യത്തിലും എന്തും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, അല്ലെ, അവരെ നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന, അവര് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന, അവർക്ക് ഏത് ലെവലിൽ സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന, അതേപോലെ തിരിച്ചും ആ രീതിയിലുള്ള ഒരു ബന്ധമാണ് മുവാലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മളെ ചില കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലെ, നമ്മുടെ ദീൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് അനുവദനീയമല്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഞാൻ തൊട്ടു മുമ്പേ മുആമലാത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അവിടെ അവരുമായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ നമുക്ക് അനുവദനീയമാണ്. പക്ഷെ എവിടെങ്കിലും അവിടെ ഈ പറഞ്ഞ പോലെ ദീനിൻ്റെതായ കോംപ്രമൈസ് വരുന്ന സിറ്റുവേഷനിൽ അവിടെ നിയമങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ മുവാലാത്ത് എന്ന് പറയുന്നത് ആ വിലായ കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അമുസ്ലിങ്ങളുമായിട്ട് അനുവദനീയമേ അല്ല. അത് പല രീതിയിൽ നമുക്ക് അള്ളാഹിന്റെ ദീനിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഈ ഒരു മുവാലാത്ത് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പരസ്പരം ഉള്ള ഭയങ്കരമായ ഇഷ്ടം അതിനകത്ത് പെടുന്നുണ്ട്. പരസ്പരം കേൾക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുക, അനുസരിക്കുക. അത് അനുസരിക്കുക എന്ന് പറയുമ്പോൾ അത് ദീനിനെതിരെ പോകുമ്പോൾ പോലും അനുസരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ബന്ധമാണ് മുവാലാത്ത്. അതുകൊണ്ട് തന്നെ അത് ഹറാമാണ്, അനുവദനീയമല്ല. അപ്പൊ മുവാസാത്ത്, മുദാറാത്ത്, മുആമലാത്ത് ഇത് മൂന്നും അനുവദനീയമാണ്. മുവാലാത്ത് ആകെ അള്ളാഹുമായിട്ടും അവന്റെ ദൂതനുമായിട്ടും വിശ്വാസികളായിട്ടും മാത്രമേ ഒരു മുഅ്മിന് അനുവദനീയമുള്ളൂ. കാരണം ആരെങ്കിലും ആയിട്ട് നമ്മൾ അങ്ങനെ മുആലാത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ 100% സഹകരിക്കും, അല്ലെ, 100% അവരായിട്ട് നമ്മൾ എഗ്രി ചെയ്യും. അതിന്റെ അർത്ഥം നമ്മൾ ദീൻ അവിടെ സാക്രിഫൈസ് ചെയ്യപ്പെടാണ്. സൂറത്ത് ബഖറയിൽ, അല്ലെ, അവിശ്വാസികളെ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് വിരോധിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്തുകൊണ്ടാ? നമ്മൾ ആരെങ്കിലും ഒരാളെ വിവാഹം ചെയ്യുമ്പം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അല്ലെ. പൊതുവെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അവര് സുബഹിക്ക് എണീക്കുന്നില്ലെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ സുബഹിക്ക് എണീക്കാതാവും, അല്ലെ. അവര് റമളാന് നിസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മൾ മെല്ലെ നിസ്കരിക്കാതാവും. അവര് നമ്മളെ ഖുർആൻ ഓതാനൊന്നും പ്രോത്സാഹിപ്പിച്ചോളണമെന്നില്ല, അല്ലെ. അള്ളാഹിന്റെ മാർഗത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചോളണമെന്നില്ല. അപ്പൊ നമുക്ക് നമ്മളെ ദീൻ പ്രാക്ടീസ് ചെയ്യല് പ്രയാസമാവും. അതേപോലെ ഈ മുവാലാത്ത് ബന്ധത്തിന്റെ ഒരു ഭാഗമാണ് അവരുമായിട്ട് നമ്മൾ എഗ്രി ചെയ്യാന്നുള്ളതും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ അപ്രൂവ് ചെയ്യാന്നുള്ളതും, അല്ലെ. മുവാലാത്ത് ലെവലിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അവരെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ യെസ് അവർ ശരിയാണെന്നുള്ള രീതിയിലാണ് എടുക്കുക. അപ്പൊ അവർ ശിർക്ക് ചെയ്യുമ്പം, അവർ അള്ളാഹിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ, അപ്പൊ അവര് നമ്മളെ നല്ല ഫ്രണ്ട്സ് എന്നുള്ള നിലയിൽ നമ്മൾ അതിനെയും ഓക്കെ ആക്കി പോകും, അല്ലെ. അതിനെ നമ്മൾ അനുവദിക്കും. പിന്നെ അതുമായിട്ട് നമ്മൾ സഹകരിക്കും, അല്ലെ. അവര് ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആഘോഷങ്ങൾ വരുമ്പോൾ മുസ്ലിങ്ങൾ അവരെ പോലെ തന്നെ തിമിർത്താടുന്ന സാഹചര്യങ്ങളൊക്കെ ഈ മുവാലാത്ത് ലെവലിലുള്ള ബന്ധം